ഉസ്താദോട് പറഞ്ഞല്ലോ അള്ളിമോ വഹായാക്കും. അപ്പോൾ ആ ഒരു മൃഗത്തിനോടുള്ള ആദരവ് എങ്ങനെയാണ് നമ്മൾ കാണിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു, അള്ളിമോ വഹായാക്കും, നിങ്ങളുടെ ഉളുഹിയ്യത്ത് മൃഗങ്ങളെ നിങ്ങൾ ആദരിക്കണം. അതിനോട് ആദരവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മൃഗത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അയ്ബും ഇല്ലാത്ത നല്ല ഭംഗിയുള്ള നല്ല തുടുത്തു നിൽക്കുന്ന നല്ലൊരു മൃഗം തിരഞ്ഞെടുക്കുക. അത് അതിനോടുള്ള ഒരു ആദരവാണ്. അതുപോലെ ഗർഭിണിയായതോ മറ്റോ ഒന്നും ആകാതിരിക്കുക. അങ്ങനെ അറുക്കുന്ന മൃഗം, ആ മൃഗത്തെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ ശരിക്ക് പുല്ല് കൊടുത്ത് വെള്ളം കൊടുത്ത് തീറ്റിപ്പോറ്റുക. ഏറ്റവും നല്ല പിണ്ണാക്ക് ഒക്കെ ഇട്ട് നല്ല വെള്ളം കൊടുത്ത് നല്ല ഉഷാറാക്കണം. അതിനെ കുറെ ദിവസം നമ്മൾ പോറ്റുക. ഇപ്പൊക്കെ സാധാരണ കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. അതല്ല വേണ്ടത്. നമ്മൾ ആ മൃഗം, നമുക്ക് നിർണയിച്ച മൃഗത്തിന് വൈക്കോല് കൊടുക്കണം, പുല്ല് കൊടുക്കണം, വെള്ളം കൊടുക്കണം, അതിനെ കുളിപ്പിച്ചു കൊടുക്കണം. പ്രത്യേകം പോത്തൊക്കെ ആണെങ്കിൽ വെള്ളം കിട്ടണം. അപ്പൊ നല്ലോണം വെള്ളമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അതിന് നല്ലോണം വെള്ളം പാർന്ന് കുളിപ്പിച്ച്, അതുപോലെ അതിന് നല്ലോണം പുല്ല് കൊടുത്ത് അതിന് പിണ്ണാക്ക് നൽകി, അതുപോലെ തന്നെ അതിന് വൈക്കോല് നൽകി അതിനെ നല്ലവണ്ണം ആദരവോടുകൂടെ തീറ്റിപ്പോറ്റുക. അങ്ങനെ തീറ്റിപ്പോറ്റി അറക്കുന്ന സമയത്ത് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പെട്ടെന്ന് അറക്കുക. തള്ളിയിടുമ്പോൾ ആ മൃഗത്തെ വേദനിപ്പിക്കുന്ന വിധത്തിലോ ആ മൃഗത്തിനോടൊരു അനാദരവുണ്ടാകുന്ന രൂപത്തിലൊന്നും പെരുമാറാതെ വളരെ മയത്തോടുകൂടെ തന്നെ കാലുകെട്ടലും തള്ളിയിടലും എല്ലാം വളരെ മയത്തോടുകൂടെ ചെയ്യുകയും, എന്നിട്ട് ആ മൃഗത്തെ അറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സ്വലാത്ത് ചൊല്ലി, എന്നിട്ട് തക്ബീർ ചൊല്ലി ആ മൃഗത്തെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് ഖിബലക്ക് തിരിച്ചു കടത്തി നല്ല അദബോടുകൂടെ അറവും നടത്തുക. ഇതൊക്കെ അതിന്റെ ആദരവിൽപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹാ അല സിറാത്തി മത്തായാക്കും, അത് സിറാത്ത് പാലത്തിന്റെ മുകളിൽ നിങ്ങൾക്കുള്ള വാഹനമാണ്. നമ്മളൊരു വാഹനം വാങ്ങിയാൽ ആ വാഹനത്തെ എന്നും കഴുകി വൃത്തിയാക്കും. ആ വാഹനത്തിലേക്ക് നമ്മൾ കൃത്യമായി ഓയിൽ കൊടുക്കും, അതിന് നമ്മൾ കൃത്യമായി ട്രീറ്റ്മെന്റുകൾ ചെയ്യും, ടയർ മാറ്റേണ്ട സമയത്ത് മാറ്റും, എല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ? ഇതുപോലെ തന്നെ നിങ്ങളുടെ വാഹനമായതുകൊണ്ട് അതിനെ നിങ്ങൾ കൃത്യമായി തീറ്റിപ്പോറ്റണം. ഷെയർ കൂടിയ മുഴുവൻ ആളുകളും അറവ് നടത്തുന്ന ദിവസം വരെ ആ മൃഗത്തിന്റെ അടുക്കലൊന്ന് പോവുകയും ആ മൃഗത്തിന് വേണ്ട പുല്ല് കൊടുക്കുകയും ആ മൃഗത്തിനെ കുളിപ്പിക്കുകയും അതിനൊന്ന് തീറ്റിക്കുകയും എല്ലാം ചെയ്യണം. ഇതൊക്കെ ആദരവിൽപ്പെട്ടതാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ.